Hi guys, welcome to my guys. Guys, ഞങ്ങള് അല്ല welcome to my channel guys. So guys, ഞങ്ങളിപ്പോൾ ഇവിടെയാണ്. ഗൈസ് ഞങ്ങള് എൻ്റെ അടുത്ത് ബിബിനേച്ച് വൈകിട്ട് വിളിച്ച് പറഞ്ഞു 5:30 ഒരുങ്ങിനാ മതി. ഞാൻ വിചാരിച്ചു ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ വിചാരിച്ചു ഗൈസ് നല്ല പ്രകൃതി ഭംഗിയായതുകൊണ്ട് പൊന്മുടി പോകാൻ. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഹോട്ടൽ റൂമാണെന്ന്, പക്ഷെ അല്ല ഗൈസ്. ഞങ്ങള് വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഗൈസ്. എൻ്റെ പൊന്മുടി ട്രിപ്പ് ക്യാൻസലാക്കി ഇതാണ്ട് വന്നിരിക്കുന്നു. ഇവിടെ എന്നോട് പറഞ്ഞില്ല. എൻ്റെ ലുക്ക് നോക്കും, ഹോസ്പിറ്റലിൽ വരുന്ന ലുക്കായത്. എന്താ ഇങ്ങനെ ഇങ്ങോട്ട് പോയി. ഇവക്ക് പനിയാണ് ഗൈസ്, ഒരാഴ്ച കൊണ്ട് പനിയാണ്. അപ്പുറത്തിരുന്ന് ഭർത്താവ് ഇതാക്കുന്നു ഗൈസ്. ഇവിടെ നിന്ന് സന്ധിശ്വാസം പഠിക്കുമ്പോ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. അന്തിശ്വാസം സ്തോത്രം ചുമ്മാ പറഞ്ഞ അവൻ എവിടെ നിന്ന് കുത്തിക്കളിക്കുന്ന എന്താ ചെയ്യാനാണ്. അവന് ഈ കട്ടില് പോരാ, ആ കട്ടില് പോരാന്ന്. അവന് ഈ കട്ടില് വേണം, ഈ കട്ടില്. ഇത് പൊക്കാൻ പറ്റത്തില്ലടി, ആ ടൈറ്റ് ആണെന്ന് ആ ചേച്ചി പറയുന്ന കേട്ടില്ലയോ. ചുമ്മാ പൊക്കാനൊക്കെ പറ്റും, പൊങ്ങണം. എനിക്കറിഞ്ഞോണ്ട പൊക്കാനൊന്നും. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. വിജയാസ് ഹോസ്പിറ്റൽ നിങ്ങൾ വന്നില്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യൂ. പൈസ പോകുന്ന നിൽക്കത്തില്ല ഞാൻ, എനിക്കറിയാലോ എന്തുവാന്ന്. പൈസ പോകുന്ന വഴി എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു റൂമിന് എത്ര ആടെ ചേച്ചാ? ഒരു ദിവസമോ 2500 രൂപയോ? 2500 700 അല്ലേ? സമയത്ത് എന്താണ് പറയാനുള്ളത്? എക്സിക്യൂട്ടീവ് റൂമാണ് എടുത്തത്. എക്സിക്യൂട്ടീവ് റൂം പെർ ഡേ 5000 വിത്ത് AC. ഞാൻ സൈഡിൽ ഇത് എടുക്കാടി. എന്താ എക്സിക്യൂട്ടീവ് ഫുൾ റെസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുക. ഓക്കെ, മോള് പൊന്മുടി പോകാൻ വേണ്ടി വന്നേക്കും. പൊന്മുടി എന്നോട് പറഞ്ഞില്ലടാ ഇവര്, പറയാതെ. അതെ അതെ, പൊന്മുടി പോകാന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞില്ല ഗൈസ്. ഇതാണ് ഗൈസ് റൂം. കൊള്ളാം. ഇത് വിജയാസ് ആണ് ഗൈസ്. പ്രിൻസസ് സ്യൂട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് പാവന്റെ ബിബിനയ്ക്ക് വേണ്ടി. കിടന്നും ഇരുന്നും ഓടിയും പനി മാറ്റാം. 2 മാസം കൊണ്ട് എന്റെ ബിബിനോക്ക് പനിയാ, ഇപ്പം പോലും മാറുന്നില്ല അല്ലേടാ. ഞാൻ സമാധാനിപ്പിക്കാടി. കൊള്ളാം. ഓ ഹോസ്പിറ്റൽ ടൂറുണ്ടായിരുന്നു, അത് കാണിച്ചില്ലല്ലോ ഗൈസ്. ഇത് എറണാകുളം പോലുണ്ട് സത്യം പറയണ്ടായിരുന്നു. ആ ഇത് കൊള്ളാം. അയ്യേ ലോട്ടസിന്റെ ഇതുണ്ട് ഇവിടെ. ഗൈസ് പൊന്മുടി പോയില്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും പൊന്മുടി കാണാം. അതേ പറ്റൂ സംഭവിക്കും. നോക്കൂ ഗൈസ്, കൊള്ളാം. വണ്ടി പോകുന്നു. അവിടെ ലോട്ടസിന്റെ ഒരു ഹാർട്ട് ഹോസ്പിറ്റലുണ്ട് ഗൈസ്. അത് ഹോസ്പിറ്റലാണ്? ഇവിടെയുണ്ട് ഹോസ്പിറ്റല്. അതൊരു ബിൽഡിംഗ് ആണ് ഗൈസ്. അതിന്റെ മണ്ടയിലാണ് ലോട്ടസിന്റെ ഹോസ്പിറ്റൽ വരുന്നത്. ഇത് കാണുമ്പം നമുക്ക് കണ്ട അവിടാണ് പൊന്മുടി. അവിടാണ് ഗൈസ് പൊന്മുടി. എന്തെന്താ കൊള്ളാടിച്ച വിജാസിന് പറയണ്ടായിരുന്നു. എറണാകുളത്ത് പുറത്തു പോകുന്ന എറണാകുളം ലുക്ക് കൊള്ളാമോ? എങ്ങനെയുണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട്? കൊള്ളാം. പാവം എന്റെ ഇല്ല ഗൈസ്. എനിക്ക് നാളെ എക്സാമാണ്. ത്യാഗമാണ്, ബിബിനോടുള്ള സ്നേഹവും ത്യാഗവും കാരണം ഞാൻ പഠിക്കാൻ ബുക്ക് എടുത്തു ഗൈസ്. ഞാൻ ക്ലാസ് ടോപ്പറായിട്ട് കുഴപ്പമില്ല അല്ലേ. ഈ റൂമിലാണ് അവര് 2000 രൂപ പ്ലസ് 700 രൂപ ഇത്രയും റൂമിനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുണ്ട്? ഒന്നുമില്ല. പിന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ കുറച്ച് അധികം വ്യൂസ് ഒക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ കണ്ണാടി കൂടെ എന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണും. പൊന്മുടി പോകാൻ വന്ന ഞാനാ. ചപ്പൽ ആരോ ചോദിക്കുന്നുണ്ട് സജിൻ ബസ് എടുക്കുന്നില്ലയോ? എനിക്കറിഞ്ഞോളാം.
എടീ അതെങ്ങനെയുണ്ട് വിപിൻ ചേച്ചി? എടീ ഇത് മരുന്നാണോ? മരുന്നാണോ ഇത്? എന്തോ വരുന്നേ? വലിച്ചങ്ങോട്ട് പിടിക്കുക. എന്റെ 2 ദിവസം നമ്മളിവിടെ എൻജോയ് ചെയ്യും ഗായ്സ്. ദിവ്യനായിട്ട് ഇത് കാരണം ഞങ്ങൾ എൻജോയ് ചെയ്യും ഇവിടെ. ഏയ് നമ്മൾ വയറിലാണ് മതിയില്ലല്ലോ. അത്യാഹിത നിലയിൽ കിടക്കുന്ന ഫ്രണ്ടിന്റെ കൂട്ടുകാരി കസിൻസ് ജിങ്ക ഹേയ് ജിങ്ക അതെ ഡാൻസ് കളിച്ച് ഗായ്സ് പറയാതില്ല ഗായ്സ്. അപ്പൊ തുടങ്ങടി ഗൈസ്. അവ ഒരു കാപ്പി പോലും എന്റെ കൊച്ചിന് വാങ്ങി കൊടുക്കുന്നില്ല ഗൈസ്. ഇതിന് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ബിബിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മാന്തി കണ്ടോ വയ്യാണ്ടിരിക്കുന്ന അവർക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കും സ്വിഗ്ഗിയോട്. ഈ ചന്തി ഇവിടുന്ന് പൊക്കത്തില്ല ഗൈസ്. അതിന് അങ്ങോട്ട് പോവാ. അല്ലടാ ഇത് യൂട്യൂബ് കണ്ട ഇതിന്റെ വീട്ടിലേക്കുള്ള വെള്ളം വീഴുക മതിയോടാ. വെള്ളം കുടിക്കാൻ കഴിച്ചു. പ്രസവത്തിന്റെ സമയത്ത് അടുത്ത ഡെലിവറി ഗൈസ് നമുക്ക് അത് ഡെലിവറി ലൈവായിട്ട് എടുക്കുന്നതാണ്. അതിന് സ്ഥലമില്ല, കൊച്ചു വരുന്നതല്ല, എന്നാണ്ട് വരുന്നത്. ശരീരത്തിന് അതിനൊന്നും കൊണ്ടുപോകണം ഉറപ്പാണ്. ഞാൻ അടുത്തുകൊണ്ടുണ്ടോ നോക്കിക്കോ. അതിനുള്ള ഇല്ല കണ്ടു ഇന്നർ വീടുകളില്ല. ഈ പുറത്ത് വീടുകളെ നീ സ്നേഹ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത വീടുകളെ നീ സ്നേഹ ചെയ്യുന്നുണ്ട്. അടുത്ത കഴിഞ്ഞിട്ട് ലിസ്റ്റ് വെച്ചാണ്. ഇപ്പൊ ഞാനും ഇവിടെ ഒറ്റയ്ക്ക് ഗായ്സ് തിന്ന ഉറങ്ങാൻ നേരം കണ്ടോ. പനിയാണ് പിട്ടിപ്പിട്ട് വെച്ചേക്കോ. എന്തൊക്കെയാണ് കുടിക്കുന്നത്? അത് കുടിക്കുന്നു, ഇത് കുടിക്കുന്നു, ഇത് തിന്നുന്നു. നമുക്ക് ഇനി നാളത്തെ പരീക്ഷ പൊട്ടം. അതായത് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം ഗൈസ്. സോ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ച് കുറച്ചു നേരം ഇരിക്കാൻ ഗൈസ്. ഇപ്പൊ എത്ര മണിയായി? 7:38. 8 മണി മുതൽ ഞാൻ പഠിക്കുന്ന ഗൈസ്. അപ്പൊ നമുക്ക് 8 മണി മുതൽ പഠിച്ചാൽ മതി. എന്റെ സ്റ്റഡി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ 8 മണി വരെ. ഞാൻ പതിവില്ലാതെ 4 മണി മുതൽ കഴിച്ചു ഗൈസ്. പഠിച്ചു. അത് 2 ബുക്ക് ഞാൻ തീർത്ത് വെച്ചേക്കും. ഒന്നും ഇല്ല പഠിക്കാൻ. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് പോട്ടെ ഗൈസ്. ഓഹോ വെരി ഗുഡ്. ഞാൻ എനിക്ക് ഒപ്പിട്ട് കൊടുത്തത് എന്ത് വന്നാലും എന്റെ പേരിലാണ് വരുന്നത്. വിജയാസിനെ പറ്റി പറയുന്നത് കൊട്ടാരക്കരയിലുള്ള ഏറ്റവും വലിയ എക്സ്പെൻസീവ് ഹോസ്പിറ്റൽ, വൺ ഓഫ് ദ എക്സ്പെൻസീവ് ഹോസ്പിറ്റൽ തന്നെയാണ് വിജയാസ്. ആ വിജയസിലാണ് എനിക്ക് തോന്നുന്നു മിക്കം ഇവിടെയുള്ള എല്ലാവരും, പാവപ്പെട്ടവരും പണക്കാരും അങ്ങനെയൊന്നുമില്ല, മീഡിയ ആൾക്കാരെല്ലാവരും പൊതുവേ വരുന്ന അസുഖം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു കാര്യമില്ല. അപ്പം പൊതുവേ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് വിജയാസ്. പക്ഷേ നമുക്ക് ഒരിപ്പോഴും അഫോർഡബിൾ ആവാത്ത റേറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ ഒരു റൂമിന് എനിക്ക് തോന്നുന്നു പ്രിൻസ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ 1000 ചിരിക്കില്ലേ? ചിരിക്കും എന്നെ കുറച്ച് ഇത് കാണുമ്പോൾ. പ്രിൻസ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1500 ആയിരിക്കും. പക്ഷേ പ്രിൻസ്യൂട്ട് ആയിരുന്നെങ്കിൽ 2500 ഒരു ദിവസം. സോ ഇവിടെ 3 ദിവസം കിടക്കുമ്പോൾ തന്നെ 5000-6000 രൂപയാവും. പിന്നെ അവൾക്ക് ഒട്ടും വയ്യാത്തുണ്ട്. കഴിഞ്ഞാൽ അവൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഞാൻ അവളെ കൂട്ടിന് കപ്പലിനെ കഴിക്കാൻ അവിടെ ഇരിക്കും. നമുക്ക് ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. കുറച്ച് നമുക്ക് പഠിക്കാം ഗൈസ്. പഠിക്കാം. ഇവിടെ എന്താ ജീവിതം എന്തൊക്കെയോ കാണുക. ഓക്കെ